ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ സ്വന്തം സന്തോഷ് സാറാണ് നമ്മളുടെ ഒപ്പം ഉള്ളത്. ഞാൻ കേട്ടൊരു കാര്യമാണ്, അപ്പോൾ അത് എനിക്ക് ചോദിക്കണം തോന്നി. മിക്ക ആൾക്കാരും പറയും കുറേ പഠിച്ചു കഴിഞ്ഞാലും ഇപ്പം നമ്മളൊരു കമ്പനിയിൽ ചെന്ന് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ അവരുടെ CV ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പം നമ്മൾ കാണുന്ന നോർമൽ CV പോലെയല്ല, അതിൽ കുറേയധികം മാറ്റങ്ങൾ ഈ ഒരു കാലത്ത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ സാറിന് അതിനെപ്പറ്റി എന്താ? എനിക്കതിനെ പറ്റിയൊരു വലിയ അറിവ് കിട്ടിയിട്ടില്ല, ഞാൻ കേട്ടറിഞ്ഞതാണ്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ക്വാളിഫിക്കേഷൻ നേടിയിറങ്ങുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ബിഗ് 4 ഒരു മാനേജർ എന്നോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. ഏകദേശം 100-ൽ കൂടുതൽ CV ഒരു സമയത്ത് അദ്ദേഹത്തിന് കിട്ടി. അത് ഒരു പർട്ടിക്കുലർ മന്തിൽ. ആ സമയത്ത് അവരുടെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് 10 ആണ്. ഒരു ACCയുടെ വേക്കൻസിയെ പറ്റി സംസാരിച്ചപ്പോൾ വന്നതാണ്. അപ്പോൾ ആ ഒരു 10 ACCക്കാരെയാണ് അവർക്ക് ആ സമയത്ത് വേണ്ടിയിരുന്നത്. 100 കൂടുതൽ CV അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നു. അപ്പോൾ ഈ 100 CVയും വായിച്ച് മനസ്സിലാക്കി ഈ 100 പേരെയും ഇൻ്റർവ്യൂവിന് വിളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ ബിഗ് 4 പോലെയുള്ള വലിയ കോർപ്പറേറ്റ്സിന് സാധിക്കില്ല. അവരാദ്യം തന്നെ എന്ത് ചെയ്യും? ഈ CV അങ്ങ് സ്ക്രീൻ ചെയ്യും, അല്ലേ? ഇതിൽ നിന്ന് CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തിൻ്റെ ബേസിലായിരിക്കും അത്? അപ്പോൾ ഇതിനകത്ത് ഈ 100 പേരിൽ ഈ ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ACC എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ മാത്രമുള്ള കുറേ ആളുകളുണ്ടാവും. മറ്റ് സോഫ്റ്റ് സ്കിൽസോ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കിൽസോ, ഇപ്പോൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ, ഈ അതുപോലുള്ള ഇവൻറ്റുകൾ ഓർഗനൈസ് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് പല പ്രോജക്ട്സ് ചെയ്ത ആളുകൾ, അപ്പോൾ അവരൊക്കെ അത് CV-യിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അവിടെ ഒരു പ്രിഫറൻസ് കിട്ടും. അതേപോലെ തന്നെ ഈ അഡ്വാൻസ്ഡ് എക്സൽ നോളജ്, അഡ്വാൻസ്ഡ് എക്സൽ നോളജ്, പവർ BI, ഡാറ്റ അനലിറ്റിക്സ്, ഇതുപോലെയുള്ള ഈ ടെക്നോളജിപരമായിട്ടുള്ള സ്കില്ല് നേടിയവർ, അവർക്ക് പ്രിഫറൻസ് കിട്ടും. അപ്പോൾ ഇവരെ ഉള്ളവരെ ആയിരിക്കും ഈ ഒരു ക്രൈറ്റീരിയാസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂവിന് വിളിക്കും. അപ്പോൾ ജസ്റ്റ് ക്വാളിഫിക്കേഷൻ മാത്രമാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ പോലും കിട്ടിയെന്നിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ CV-യും ആ CV-യിൽ ഇതുപോലെയുള്ള സ്കിൽസും അല്ലെങ്കിൽ ഇവൻറ്റുകളും അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ തെളിയിച്ച മേഖലകൾ നമ്മൾ കാണിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്.